ചേർത്തലയിലെ തിരോധാന കേസുകളിലെ പ്രതി സെബാസ്റ്റ്യന്റെ വീടിനുള്ളിൽ മൃതദേഹമെന്ന സംശയം. പുതിയതായി ഗ്രാനൈറ്റ് പാകിയ മുറിയുടെ തറ തുറന്ന് മിക്കവാറും ഇന്ന് പരിശോധിക്കും. ഇതിനായി ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എത്തിക്കും. കോട്ടയം ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലുള്ള പ്രതി സെബാസ്റ്റ്യനെ അല്പസമയത്തിനകം തെളിവെടുപ്പിനായി ചേർത്തലയിൽ എത്തിക്കും. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരും. അതേപോലെ വിഷ്ണു സുരേഷും നമുക്ക് ഒപ്പമുണ്ട്. റാഫി കരീം സെബാസ്റ്റ്യൻ തെളിവെടുപ്പിൻ്റെ വിവരങ്ങൾ നൽകാൻ കൂടെ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ടു ഓൾ ഓഫ് യു. ആദ്യം അശ്വിൻ പാലാഴിയിലേക്ക്. അശ്വിൻ, ശരിക്കും നമ്മൾ ധർമ്മസ്ഥലയിലൊക്കെ നമ്മുടെ വാർത്താ സംഘം അവിടെ പോയി ക്യാമ്പ് ചെയ്യുകയാണ്. അപ്പോഴാണ് ചേർത്തലയിലും നമുക്ക് തല വെട്ടിമാറ്റി എന്നുള്ള അവസ്ഥകൾ വരുന്നത്. അപ്പോൾ ഒരു സീരിയൽ കില്ലർ നടത്തിയ കൊലപാതകങ്ങളാണോ എന്ന് സംശയിക്കാൻ ന്യായമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു. കൂടുതൽ വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എസ്കൻ പറഞ്ഞ ഒരു സീരിയൽ കില്ലിംഗ് എന്നുള്ള അർത്ഥത്തിലേക്ക് ചേർത്തലയിലെ ഈ തിരോധാന കേസുകൾ മാറുകയാണ്. അതിൽ ഇപ്പോൾ കോട്ടയം അതിരമ്പുഴ സ്വദേശിനിയായ ജയനമ്മ കൊല്ലപ്പെട്ടു എന്നുള്ള സ്ഥിരീകരണം കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെത്തിയിരുന്നു. നമ്മളിപ്പോൾ ഉള്ളത് ഈ സെബാസ്റ്റ്യൻ്റെ പള്ളിപ്പുറത്തുള്ള വീടിന് സമീപത്താണ്. ഈ വീടിന് അകത്തേക്കുള്ള വഴി പോലീസ് പൂർണ്ണമായും കെട്ടിയടച്ചിട്ടുണ്ട്, ബന്ദോബസ്തിലാക്കിയിട്ടുണ്ട്. വീടിന് അകത്തേക്ക് ഈ വഴി ഏകദേശം ഒരു 50 മീറ്റർ അകത്തേക്ക് നടന്നാൽ സെബാസ്റ്റ്യൻ്റെ വീടാണ്. അവിടെ പോലീസിൻ്റെ മുഴുവൻ സമയ കാവലുണ്ട്. അതായത് ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും എത്തി അവിടെ കൃത്രിമമൊന്നും കാണിക്കാതിരിക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായാണ് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിനകത്തുള്ള സെബാസ്റ്റ്യൻ്റെ വീടിനകത്ത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് പുതിയതായി ഒരു ഗ്രാനൈറ്റ് പാകുന്ന സംഭവം ഉണ്ടായത്. അത് പുതിയ ഗ്രാനൈറ്റ് അല്ല വാങ്ങിയിട്ടത് എന്നുള്ളതാണ് പോലീസും കണ്ടെത്തിയിരിക്കുന്നത്. അതായത് സെക്കൻഡ് ഹാൻഡ് ഗ്രാനൈറ്റ്, ഒരു വീട് പൊളിച്ചതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്ന ഗ്രാനൈറ്റുകൾ വാങ്ങി വീടിനകത്ത് സെബാസ്റ്റ്യൻ്റെ മുറിയിലും മറ്റുമൊക്കെയായി പാകുകയായിരുന്നു. അതിലും ഒരു ദുരൂഹതയുണ്ട്. ഒരു പഴയ ഗ്രാനൈറ്റ് ആണ് എന്ന് തോന്നിക്കുന്ന വിധത്തിൽ പുതിയതായി ചെയ്തതല്ല എന്ന് വിശ്വസിക്കുന്ന തരത്തിലുള്ള ഒരു ഇടപെടലാണ്, ഒരു ശ്രമമാണ് അയാളുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിലൊക്കെ വലിയ ദുരൂഹതയാണ് ഉള്ളത്. എന്തായാലും 9:30 കോട്ടയത്ത് നിന്ന് സെബാസ്റ്റ്യനുമായി ക്രൈംബ്രാഞ്ച് സംഘം ഇവിടേക്ക് എത്തും. അതിനുശേഷമായിരിക്കും വീട്ടിലെ പരിശോധന. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വീടിനുള്ളിൽ മൃതദേഹമുണ്ടോ എന്നൊരു സംശയം ഉണ്ട്. അവിടെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എത്തിച്ചുള്ള ശാസ്ത്രീയ പരിശോധനയായിരിക്കും നടത്തുക. അത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഏജൻസിയിൽ നിന്നും അതിനുള്ള അനുമതി തേടിയിട്ടുണ്ട്. ഇന്നോ നാളെയോ ആ അനുമതി ലഭിച്ചാൽ ഈ റഡാർ ഇവിടേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും ഈ ഭൂമിയിലും ഒപ്പം വീടിനകത്തുമൊക്കെ ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുക. റഡാർ വഴി ഭൂമിക്കടിയിൽ അസ്ഥി സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനാകും, യന്ത്ര സഹായത്തോടെ കണ്ടെത്താനാകും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അത് ജിയോളജിക്കൽ വകുപ്പും ഒപ്പം അണ്ടർഗ്രൗണ്ട് പൈപ്പ് സ്ഥാപിക്കുന്ന കമ്പനികളും അടക്കമൊക്കെ ഉപയോഗിക്കുന്ന ഒരു റഡാർ സിസ്റ്റമാണ്. അത് ഈ അന്വേഷണത്തിൽ വളരെ ഉപകാരപ്രദമാകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ പരിശോധന അത് ആലപ്പുഴ ക്രൈംബ്രാഞ്ചാണ് നടത്തുന്നത്. ആ റഡാർ സിസ്റ്റം ഇവിടെ എത്താൻ 2 ദിവസം എടുക്കും. അതിനുശേഷമായിരിക്കും ആലപ്പുഴ ക്രൈംബ്രാഞ്ച് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി വീട്ടിലെത്തിച്ച് വീണ്ടും തെളിവെടുക്കുക. ഇന്നിപ്പോൾ പ്രാഥമികമായ തെളിവെടുപ്പ് മാത്രമായിരിക്കും ഉണ്ടാവുക. അതിൽ ഈ തെളിവെടുപ്പ് എവിടെയൊക്കെയാണ് മൃതദേഹാവശിഷ്ടങ്ങൾ ഉള്ളതെന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇയാൾ അതിനോട് സഹകരിക്കുന്നില്ല. ഇപ്പോൾ നമുക്കൊപ്പം ഒരു അയൽവാസിയുണ്ട്, സെബാസ്റ്റ്യൻ്റെ, ഹരിദാസ് എന്നാണ് പേര്. ഇന്നലെ നമ്മുടെ ചർച്ചയിലൊക്കെ പങ്കെടുത്താണ്. ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ് ഈ സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ ഗ്രാനൈറ്റ് പാകുന്നതിൻ്റെ ആദ്യഘട്ട ജോലികളൊക്കെ പൂർത്തിയാക്കിയത്, അല്ലേ ഏട്ടാ? ഇല്ല, സാധാരണ അവിടെ ടൈലിടുന്നത് മാത്രം. ഗ്രാനൈറ്റ് പിന്നീട് അതൊരു 10-15 വർഷത്തിന് മേലായിട്ടുണ്ട് ടൈലിടുമ്പോൾ. അടുത്ത കാലത്ത് തൊട്ടല്ലത്. ഗ്രാനൈറ്റും ആ ഒരു പീരീഡ് തന്നെ ആയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. കാര്യം അനുജനെ വർക്ക് ചെയ്തപ്പോൾ അനുജനായിട്ട് പിന്നീട് പ്രശ്നം പറഞ്ഞ് ഉടക്കി. അയാൾ സമയത്ത് ഇത് കൊടുത്തില്ല എന്ന് പറഞ്ഞ പേര് ഉടക്കി. പിന്നീട് അനിയനായിട്ട് അനു ചെയ്തില്ല എന്നുള്ള അതിന് ടൈലിലായിട്ടത് 1-2 മുറിക്കോ വാതിക്കലും ടൈലിട്ട് അനിയനാണ്. ഗ്രാനൈറ്റ് ഇട്ടത് അയാൾ വേറെ ആരാണ്. അത് ക്രൈംബ്രാഞ്ച് എന്നതായിട്ട് ബന്ധപ്പെട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. അയാൾ ആദ്യം അനിയനായിട്ടെന്ന് പറഞ്ഞു, ചോദ്യം ചെയ്യൽ. അതൊക്കെ അനിയനെ ഇരുത്തിക്കൊണ്ട് തന്നെ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ സംഭവിച്ചല്ല വേറെ ആളായിട്ടത്. അയാൾ ഓർക്കുന്നില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് ആളാണ്. പിന്നീട് അയാൾ പറഞ്ഞ് പടിഞ്ഞാറുള്ള ആരോ ഇട്ടെന്ന് അയാൾ പറഞ്ഞിട്ടുള്ളത്. ആരായിട്ടെന്ന് ഇപ്പോഴും വ്യക്തമായ മറുപടി കൊടുത്തിട്ടില്ല. അയാൾക്ക് ഓർമ്മയില്ലെന്നാണ് പറഞ്ഞ കാര്യം. സെബാസ്റ്റ്യൻ്റെ മുറി AC മുറി ഒരെണ്ണമാകത്തുണ്ടെന്ന് പറയുന്നു. അതിലും AC മുറിയുണ്ട്. അത് നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ കാണാം, AC ഇരിക്കുന്നത് കാണാം. അത് അയാളുടെ ബെഡ്റൂം ആയിരിക്കും. അത് വലിയ വടക്കോട്ട് കിച്ചൺ വരെ ഇട്ടിരിക്കുന്ന ഗ്രാനൈറ്റ്. അപ്പം ഞാൻ കഴിഞ്ഞ നവംബറിൽ ക്രൈംബ്രാഞ്ച് ഇവിടെ റെയ്ഡ് ചെയ്യാൻ വന്നപ്പോൾ അവൻ്റെ വീട്ടിൽ കയറുന്നത് തന്നെ. പിന്നെ ഒരു മാസസാക്ഷിയായിട്ട് ഞാൻ ഈ വീട്ടിലെ കക്ഷി ഞങ്ങളുണ്ട്. രക്തക്കറ കണ്ടെത്തി? ഇല്ലല്ല, രക്തക്കറി കഴിഞ്ഞ ദിവസം അന്ന് കുഴിക്കാൻ വന്നപ്പോൾ അവരും പരിശോധിച്ചപ്പോഴാണ് അന്ന് ഇത് ക്രൈംബ്രാഞ്ച് പരിശോധിക്കുക അങ്ങനെ രക്തക്കറയൊന്നും കണ്ടിട്ടില്ല എന്നുള്ളത്. അതിനുശേഷം വീണ്ടും നടത്തിയ പരിശോധന ഈ കഴിഞ്ഞ ദിവസം നടന്നത്. അന്ന് ഇത് കുഴിച്ച ദിവസം നോക്കിയപ്പോൾ രക്തക്കറ ഉണ്ട്, തുണിയെടുക്കുക അങ്ങനെ ഉണ്ട്, വെട്ട് കത്തി എന്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എസ്കേനതാണ് ഈ ഗ്രാനൈറ്റ് പാകിയ സംഭവത്തിലും ക്രൈംബ്രാഞ്ചിനെ സെബാസ്റ്റ്യൻ വ്യക്തമായൊരു മൊഴി കൊടുക്കുന്നില്ല. ആരാണ് ഗ്രാനൈറ്റ് പാകിയത് എന്നുള്ള ചോദ്യത്തിന് അറിയില്ല എന്നൊക്കെയുള്ള മറുപടിയാണ് കൊടുക്കുന്നത്. അതിൽ ആണ് ക്രൈംബ്രാഞ്ചിനൊരു സംശയം അതിൽ തോന്നുന്നത്. ഈ ഗ്രാനൈറ്റിനടിയിൽ വീടിൻ്റെ തറയ്ക്കുള്ളിൽ എന്തെങ്കിലും ഉണ്ടോ, മൃതദേഹാവശിഷ്ടങ്ങളുണ്ടോ എന്നൊക്കെയുള്ള സംശയമുള്ളത്. എന്തായാലും അതിൽ ഈ റഡാർ എത്തിച്ച് നടത്തുന്ന പരിശോധനയിൽ ഒരു വ്യക്തതയുണ്ടാകും. ഒപ്പം ഇന്നത്തെ പരിശോധനയിൽ കടാവർ നായ അടക്കം ഇവിടേക്ക് എത്തുന്നുമുണ്ട്. വലിയ വ്യാപകമായൊരു പരിശോധനയാണ് ഈ 2.5 ഏക്കർ വരുന്ന സ്ഥലത്ത് നടത്താൻ പോകുന്നത്. എസ്കേ
ഓക്കെ, അശ്വിൻ പാലാഴിയാണ് വിവരങ്ങൾ നൽകിയത്. ഈ സെബാസ്റ്റ്യൻ്റെ ഒന്നൊന്നര സെബാസ്റ്റ്യനാണ്, പഠിച്ച കള്ളന, ഒന്നും പറയുന്നില്ല, മൊഴിയൊക്കെ മൗനമാണ്. മൗനം വിദ്വാന ഭൂഷണം എന്നല്ലേ. ഈ ക്രിമിനൽസിന് എപ്പോഴും അതിബുദ്ധിയായിരിക്കും എന്ന് ആൾക്കാർ പറയും. ആദ്യമായിട്ട് കേരളത്തിലൊരു സീരിയൽ കില്ലിങ്ങിൻ്റെ വാർത്ത കേട്ടത് കോഴിക്കോട് കൂടത്തായി നിന്നാണ്. ഇത് മറ്റൊരു കൂടത്തായി ആകാതിരുന്നാൽ നല്ലത്. വിഷ്ണു സുരേഷ്, ഇനി എന്തായിരിക്കും അന്വേഷണത്തിൻ്റെ പോക്ക്? ഗുഡ് മോർണിംഗ്. ഇന്നൊരു 10:30 സെബാസ്റ്റ്യനെ കോട്ടയത്ത് നിന്ന് ഈ കാണുന്ന ഈ സെബാസ്റ്റ്യന്റെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ സെബാസ്റ്റ്യനെ ലഭിച്ച ശേഷം ആദ്യമായാണ് ഈ വീട്ടിലെത്തിച്ച് ഒരു തെളിവെടുപ്പ് നടത്തുന്നത്. നേരത്തെ ക്രൈംബ്രാഞ്ച് എത്തി ഇവിടെ നേരിട്ട് പരിശോധന നടത്തിയ ഘട്ടത്തിലാണ് ഇവിടുന്ന് അസ്ഥി കഷ്ണങ്ങൾ ലഭിച്ചത്. തൊടയലിന്റെ ഭാഗവും അതോടൊപ്പം താടിയുടെ ഭാഗവും ഒക്കെയാണ് ലഭിച്ചത്. ഈ വീടിന്റെ പല ഭാഗങ്ങളിലായി കുഴി എടുത്തായിരുന്നു പരിശോധന നടന്നിരുന്നത്. കുറെ സ്ഥലങ്ങൾ ഇവിടെ ദുരൂഹമായി ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കിണർ, അതിന് തൊട്ടപ്പുറത്ത് ക്രൈംബ്രാഞ്ച് സംഘം പരിശോധിച്ചതിന്റെ ആ കുഴിയൊക്കെ അവിടെ ഉണ്ട്. ഇവിടെ എവിടെയൊക്കെയോ ചില മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത്. പക്ഷേ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുണ്ട്. അതെല്ലാം ഈ സെബാസ്റ്റ്യൻ ആകട്ടെ അത്തരം ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയുന്നില്ല. വളരെ പഠിച്ചു പറയുന്ന മറുപടികൾ മാത്രമാണ് സെബാസ്റ്റ്യൻ പറയുന്നതെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ശാസ്ത്രീയ തെളിവുകൾ മാത്രമാണ് ക്രൈംബ്രാഞ്ചിന് ഈ കേസിൽ ചാർജ് ഫ്രെയിം ചെയ്യാൻ അവരെ സഹായിക്കുക. ഇവിടെ നിന്ന് ലഭിച്ച അസ്ഥികൾ അത് ആരുടേതാണെന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ കാര്യം അവർ ഇനി ചെയ്യാൻ പോകുക. അതിന്റെ പരിശോധനാ ഫലം ബുധനാഴ്ച എത്തും. ജയനമ്മയുടേത് കൊലപാതകമെന്ന് അവർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റ് തിരോധാനങ്ങളിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ നിന്ന് ലഭിച്ച അസ്ഥി ആരുടേതാണെന്ന് കണ്ടെത്തണം. അത് ജയനമ്മയുടെ ആണോ എന്നുള്ള കാര്യത്തിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. എന്നാൽ മാത്രമാണ് ആ കേസിൽ ഒരു കോൺക്രീറ്റ് ആയ ഒരു തെളിവിലേക്ക് പോലീസ് ക്രൈംബ്രാഞ്ചിന് പോകാനാകുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ന് നടത്തുന്ന തെളിവെടുപ്പ് ഏറ്റവും നിർണായകമാണ്. ഈ തൊടയുടെ ഭാഗവും അതോടൊപ്പം പല്ലിന്റെ ഭാഗവും മാത്രമാണ് അന്ന് കുഴിച്ചപ്പോൾ ഇവിടെ നിന്ന് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ബാക്കി കഷ്ണങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ക്രൈംബ്രാഞ്ച് ഇന്ന് തേടും. കടാവർ നായ അടക്കം എത്തിച്ചുകൊണ്ട് ഒരു ഡീപ്പ് പരിശോധനയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. 2.5 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു വീടാണ്. അതുകൊണ്ട് പരിശോധന ഒരല്പം ശ്രമകരമാണ്. പക്ഷേ അത് പൂർത്തിയാക്കാനാകും. കൃത്യമായി തന്നെ പൂർത്തിയാക്കാൻ പരമാവധി തെളിവുകൾ ഇവിടുന്ന് ലഭിക്കും എന്ന പ്രതീക്ഷയിലാണ് ക്രൈംബ്രാഞ്ച് ഉള്ളത്. 11 മണിയോടുകൂടി സെബാസ്റ്റ്യനെ ഇങ്ങോട്ടേക്ക് എത്തിക്കും. ഈ തിരോധാന കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചുരുളഴിക്കുന്നതിന്റെ ഏറ്റവും പരമപ്രധാനമായ തെളിവെടുപ്പിനേക്കാണ് ഇന്ന് ക്രൈംബ്രാഞ്ച് പോകുന്നത്. അതിൽ വലിയ പ്രതീക്ഷ അവർ വെക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇപ്പോൾ അശ്വിൻ പറഞ്ഞതുപോലെ അടുത്ത ദിവസം ശാസ്ത്രീയമായ എക്യുപ്മെന്റ് ഉപയോഗിച്ചുള്ള പരിശോധന. അതിലും വലിയ പ്രതീക്ഷ ക്രൈംബ്രാഞ്ച് സംഘം വെക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.